അഖ്വഫു ആയ ഏറ്റവും പേടിപ്പിക്കണ ആയത്ത്. കുറേ ആയത്തുകൾ ഇതേപോലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ. മിസ്ഖാല ദർറ എന്ന് പറഞ്ഞാൽ എന്താ? ദർറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പരമാണുവാണ്. പരമാണുവിൻ്റെ തൂക്കം ആണ് തിന്മയെങ്കിലും അത് കാണും എന്നുള്ള ആയത്ത് പേടിപ്പിക്കുന്ന ആയത്ത് എന്നുള്ളത് നിനക്ക് പറഞ്ഞത്. അശദ്ദു എന്ന് പറയപ്പെട്ട ആയത്ത് അശദ്ദു അല അഹ്ലിന്നാർ കേട്ടോ, നരകവാസികൾക്ക്. അത് നരകത്തിൽ ഫദൂഖു ഫലൻ നസീദകും ഇല്ല അദാബ എന്നായത്. ഫദൂഖു ഫലൻ നസീദകും ഇല്ല അദാബ. നരകത്തിൽ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകത്തിൽ കത്തുന്നവരോട് പറയുന്നത് നിങ്ങൾ ആസ്വദിച്ചോളൂ, നിങ്ങൾക്ക് അദാബല്ലാതെ ഒന്നും കൂടൂല എന്ന്. അതെപ്പോൾ? അദാബിലുള്ളപ്പോൾ. അത് അഹബ്ബു ആയ, ഇത് അലി റളിയല്ലാഹു തആല അൻഹു വിധിച്ചതാണ്. അഹബ്ബു ഏറ്റവും ഇഷ്ടം തോന്നിയ ആയത്ത്, എല്ലാത്തിനോടും ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ അത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്താ അതെന്താ? ശിർക്ക് വന്നിട്ടില്ല എങ്കിൽ അതിനപ്പുറമുള്ളതൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് അറിയിക്കുന്ന ആയത്താണല്ലോ. അതുകൊണ്ട് തന്നെ ആയത്തിനോട് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അജ്മ ആയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൈറും ഷർറും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിപ്പിച്ച് പറഞ്ഞ ആയത്ത്. അത് പിന്നെ സൂറത്തുൻ നഹ്ലിൽ തന്നെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് തുടങ്ങുന്ന ആയത്തും വേറെ ചില ആയത്തുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കാണാൻ സാധിക്കും. ഖലാസ് അലാക്കുല്ലി. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ആയത്ത് വസ്തനഅതുക ലിനഫ്സി എന്ന് പറഞ്ഞപ്പോൾ ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശംസയാണ്, മഹനീയമായ പ്രശംസയാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. കാരണം മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വേണ്ടി മൂസായെ എന്ത് ചെയ്തു? പ്രത്യേക പരിഗണനയിൽ പരിരക്ഷിച്ച് വളർത്തി തെരഞ്ഞെടുത്തു എന്നുള്ളതാണത് അറിയിക്കുന്നത്.